ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റെഡി ആവുകയാണ്. ആദ്യം ഹേസിനെ ഉറക്കിയിട്ടാട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യണേ. കാരണം അവളിപ്പോൾ എവിടെ കിടത്തിയാലും അവൾ കമ്മീന്ന് ചാടി വരും. അതുകൊണ്ട് ഈ പണികളൊന്നും നടക്കില്ല. അങ്ങനെ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ബാഗിൽ റെഡിയാക്കി ഇനി നമുക്ക് റെഡിയാവും. ഞാനും കിട്ടും റെഡിയായപ്പോഴേക്കും ഹേസ് ഉണർന്നു കേട്ടോ. കുറച്ച് സമയത്ത് ഉറക്കിയ ആൾക്കുണ്ടാവുള്ളൂ. ഞങ്ങളൊക്കെ ഒരുങ്ങി ലാസ്റ്റ് മാത്രമേ ഞാൻ അവളെ റെഡിയാക്കലുള്ളൂ. അങ്ങനെ എല്ലാം സെറ്റാക്കി നമ്മൾ പുറത്തിറങ്ങി. ഇനി റാഷി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ റാഷിനെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യണം, മക്കളത് എടുക്കുകയും വേണം. അപ്പം 4 ആളും ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. ബേബിക്ക് നമ്മളിതുവരെ ഫോർമുല ഒന്നും കൊടുത്തിട്ടില്ല, ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബോട്ടിലൊന്നും യൂസ് ആക്കിയില്ല. ഇനി നമുക്ക് ഫീഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തത്. പോകുമ്പോൾ തന്നെ കിട്ടും ആകെ ടയേർഡായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ആള് ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഹേസ് കുറേ നേരം അമ്മച്ചിൻ്റെ മടിയിലൊക്കെ കിടന്ന് കളിച്ചതിൻ്റെ ശേഷം ഉറക്കം വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പാലൊക്കെ കുടിച്ച് നല്ല ഉറക്കം ഉറങ്ങി. കിട്ട് കുറച്ച് പോയപ്പോഴേക്കും ഉറക്കം വരെ ഓൾക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ടയേർഡായി, ആകെ ഹാങ് ഓവർ. അങ്ങനെ നമ്മൾ പാസ്പോർട്ട് ഓഫീസിലെത്തുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങി ഒരു സ്നാക്കും ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ പോയത്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കിട്ടുവിൻ്റെ ആയിരുന്നു ഫസ്റ്റ് ടോക്കൺ. നമ്മൾ കറക്റ്റ് ടൈമിലാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഉള്ളിൽ കയറി ടോക്കൺ എടുത്ത് ഞാനും റാഷിയും ആദ്യം പോയി. അപ്പോൾ കിട്ടുവിന് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നു. അതിന് നമുക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ ഹേസിൻ്റെ നമ്മൾ ടോക്കൺ എടുത്തില്ല. 4 പേർക്കും കൂടെ ഒരുമിച്ചാകുമ്പോൾ ആകെ ക്ലാഷും. അതുകൊണ്ട് ബേബീൻ്റെ ലാസ്റ്റ് വന്ന് എടുത്താൽ മതിയെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ കിട്ടുവിൻ്റെ കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അവളത് നമ്മൾ സൈൻ ചെയ്യണമല്ലോ. അപ്പോഴേക്കും ഹേസ് ഇവിടെ നല്ല കളിയാണ്. അങ്ങനെ ഞങ്ങളുടെ 3 ആളുടെയും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങി ഉമ്മച്ചീൻ്റെ അടുത്ത് പോയി. അവിടുന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഉള്ളിൽ കയറിയത്. പിന്നെ അങ്ങോട്ട് കുറച്ച് ഓട്ടമായിരുന്നു. 3 ആളതും 3 ടൈമല്ലേ. കിട്ടുവിൻ്റെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഓളുടെ കൂടെ എത്തണം. അപ്പോഴേക്കും എയ്സ് നല്ല ഉറക്കം ഉറങ്ങിയിട്ടാണ്. എയ്സിൻ്റെ ടോക്കൺ നമ്മൾ ലാസ്റ്റ് ആണല്ലോ എടുക്കണേ. അതുകൊണ്ട് നമ്മളത് 3 ആളതും ഫിനിഷ് ആയതിന് ശേഷമാണ് റാഷി പോയിട്ട് ഓളുടെ ടോക്കൺ എടുത്ത്. കിട്ടുവിനാണെങ്കിൽ കുറേ സമയം നിന്നപ്പോൾ ഭയങ്കര ബോറടി. ഓൾക്ക് എങ്ങനെയെങ്കിലും ഉമ്മമാൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങണം. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ 3 ആളെ പോലെ തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എയ്സിൻ്റെ ഇനി ചെയ്യാമെന്ന്. പക്ഷേ എയ്സിൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിതാ പുറത്തിറങ്ങി. കിട്ടുവിന് ഭയങ്കര സന്തോഷം പുറത്തിറങ്ങിയപ്പോൾ. അത്രയും നേരം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യായിരുന്നില്ലേ. എയ്സാണെങ്കിൽ അവളുടെ ഫിംഗർ പ്രിൻ്റൊക്കെ എടുത്തപ്പോഴേക്കും നല്ല ഉണർന്നിട്ടുണ്ട്, നല്ല കളിയും തുടങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. കിട്ടുവിന് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. എയ്സ് ഭയങ്കര കളിയാട്ടോ വണ്ടിയിൽ നിന്നൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങി. നമ്മൾ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. കുറേ ടൈം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മളൊരു ഹോട്ടലിൽ ഇറങ്ങി അവിടുന്ന് ഫുഡ് കഴിച്ചു. സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ എയ്സ് എന്നും നല്ല അലമ്പാവാറുണ്ട്. ഇന്നിപ്പോൾ അവിടെ ഒരു ഹൈ ചെയർ കിട്ടിയതും ആൾ അതിലിരുന്നിട്ട് നല്ല കളിയായിരുന്നു. എയ്സ് ഫുഡ് കഴിക്കാൻ പോകുന്ന കുട്ടിയാണെന്ന് കരുതി അവൾക്ക് പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മളിന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോയ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.